BJP NDAക്ക് കിട്ടിയ ഒരു വലിയൊരു മുന്നേറ്റം ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിനുവേണ്ടി ഞാൻ പാർട്ടിയുടെ പേരിലും എല്ലാവരുടെ പേരിൽ വോട്ടർമാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വിജയത്തിന് പിന്നിൽ വികസിത കേരളം ടീം വികസിത കേരളം ഓരോരോ സഹപ്രവർത്തകരുടെ അധ്വാനവും നമ്മുടെ ലീഡർഷിപ്പിന്റെ ഒരു കളക്റ്റീവ് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തനം ആണ് ഇതിന്റെ പിന്നിൽ ഉള്ളത്. അവർക്കും ഞാൻ നന്ദി പറയുന്നു. BJP NDA മുമ്പോട്ട് വെച്ച വികസിത കേരളം ജനങ്ങൾ സ്വീകരിച്ചു. അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റീസ്, എത്രയോ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസിൽ നമ്മളുടെ ഒരു മുന്നേറ്റം, നമ്മളുടെ ഒരു ചാട്ടം, ഈ റിസൾട്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഇനി ഈ ഒരു അനാലിസിസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും, ഒരു 20% മേലെ നമുക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയോ ഗ്രാമപഞ്ചായത്തും ലോക്കൽ ബോഡിയിൽ നമ്മൾ ഒപ്പോസിഷനും അല്ലെങ്കിൽ നമ്മൾ ഭരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് BJP NDA എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഇത് വികസിത കേരളം, വികസനം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച BJP NDA ജനങ്ങൾ സ്വീകരിക്കുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. പിന്നെ രണ്ടാമതൊരു പൊളിറ്റിക്കൽ മെസ്സേജ്, രാഷ്ട്രീയ മെസ്സേജ്. ആർക്കും ഒരു സംശയമില്ല, LDF ഭരിച്ച 10 കൊല്ലം ഭരിച്ച LDFന്റെ പരാജയമാണെന്ന്. അവരുടെ അഴിമതി, അവര് ശബരിമലയിൽ ചെയ്ത ദ്രോഹം, അവരെ എത്രയോ അനാസ്ഥയും കുറ്റകരമായ അനാസ്ഥയും അവരുടെ കഴിവില്ലായ്മയും, അതിന്റെ ഒരു മറുപടിയാണ് ഇന്ന് ജനങ്ങൾ തന്നിരിക്കുന്നത്. ഇനി ആ LDFന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. കോൺഗ്രസിന് കിട്ടിയ ഒരു മുന്നേറ്റം അത് കറക്റ്റാണ്. അവർക്ക് നല്ലൊരു ആന്റി ഇൻകംബൻസി വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് അതൊരു ടെമ്പററി ഫിനോമിനനാണ്. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ആരാണ് വികസനം ചെയ്യാൻ പോകുന്നത്, ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്, അത് ജനങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഞങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. ഇനി വരാൻ പോകുന്ന 5-6 മാസം അസംബ്ലി ഇലക്ഷന്റെ കാലമാണ്. നമ്മൾ ഇവിടെ വികസന സന്ദേശം, വികസിത കേരളത്തിന്റെ ഈ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച് കോൺഗ്രസിന് ഇന്ന് ലഭിച്ച ഒരു ഫലം ഒരു ടെമ്പററി ഫലമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി മാറ്റം ജനങ്ങൾ തീരുമാനിച്ചു. മാറാത്തത് ഇനി മാറുമെന്ന് ഞങ്ങൾ മുമ്പോട്ട് വെച്ചപ്പോൾ ഇത് ജനങ്ങൾ തീരുമാനിച്ചു. തിരുവനന്തപുരത്തിലും മാറ്റം കൊണ്ടുവന്നു. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഈ നല്ല മാറ്റം ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അത് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം CPMന്റെ അഴിമതിക്കും അഹന്തക്കും നൽകിയിട്ടുള്ള ജനങ്ങളുടെ തിരിച്ചടി. ഇത് ശബരിമലയിൽ അയ്യപ്പനെ കൊള്ളയടിച്ചവർക്ക് ജനം നൽകിയിട്ടുള്ള മറുപടിയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കഴിഞ്ഞ കാലങ്ങളിൽ ശബരിമലയിൽ അയ്യപ്പനെ കൊള്ളയടിക്കാൻ നേതൃത്വം നൽകിയ പത്മകുമാറിനെയും വാസുവിനെയും കടകംപള്ളിയെയും ഒക്കെ സംരക്ഷിച്ച CPMന്റെ നിലപാടിന് ജനം നൽകിയിട്ടുള്ള മറുപടിയാണ്. അതോടൊപ്പം കേരളത്തിന്റെ വികസനം ആരിലൂടെയാണ് സാധ്യമാക്കുക എന്നുള്ളത് തിരുവനന്തപുരത്തെ ജനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് NDAയിലൂടെ മാത്രമാണ്, അത് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ മാത്രമാണ് സാധ്യമാവുക. ഈ തെരഞ്ഞെടുപ്പിൽ NDA തിരുവനന്തപുരത്ത് നേടിയിട്ടുള്ള വിജയം വരും ദിവസങ്ങളിൽ കേരളത്തിൽ ആകമാനം പടരും, കേരളത്തിൽ മുഴുവൻ വ്യാപിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. മുരളീധരൻ, കൃഷ്ണദാസ്ജി, സോമൻജി, അഡ്വക്കേറ്റ് സുരേഷ്, അനൂപ് ആന്റണി, VV രാജേഷ്, പ്രിയമുള്ള പാർട്ടിയുടെ എല്ലാമായുള്ള സഹപ്രവർത്തകരെ, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ,
വളരെ സന്തോഷം. ശ്രീ പത്മനാഭസ്വാമി ജയം. അനന്തപുരി ഇനി BJPയുടെ കയ്യിൽ. തിരുവനന്തപുരത്തിന്റെ വികസനം, ആ വികസനത്തിന് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ ഭരണസമിതി മുന്നോട്ട് പോകും. ലോകത്തിലെ ഏറ്റവും വലിയ നല്ലൊരു നഗരമാക്കി ഈ അനന്തപുരിയെ, തിരുവനന്തപുരത്തെ മാറ്റാൻ ഭാരതീയ ജനതാ പാർട്ടി NDA ബാധ്യസ്ഥരാണ്. അതനുസരിച്ച് ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായും നിർവഹിക്കുമെന്ന് മാത്രം ഞാനിവിടെ പറയുന്നു. ഇത് ജനങ്ങളുടെ വിജയമാണ്. 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ വിജയമാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ ശക്തമായി തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ വിജയം കൈവരിച്ചത്. എല്ലാവർക്കും നന്ദി. മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദി. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കും.